ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പുകയുടെ പ്രശ്നമുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ സൈലൻസറിൽ നിന്ന് പുക വരുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ കേബിൾ ഇടയ്ക്ക് റേസ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ്. അത് ശരിക്കും കാർബറേറ്ററിൻ്റെ പ്രോബ്ലമാണ്. ട്യൂണിങ് ക്ലിയറായിട്ട് കിട്ടാതെ കൊണ്ട് റേസിങ് കാണിക്കണം. കൂട്ടത്തിൽ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളും ഒന്ന് മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് മിറർ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലത്തെ. ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. പുകയുടെ പ്രശ്നം വണ്ടിക്ക് ഉണ്ട്. ഞാൻ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് അത് എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് അറിയാനായിട്ട് സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ ഹെഡ് നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഇതുമേ പിസ്റ്റൺ കിടക്കുന്നത് വലിയ പഴക്കമില്ലാത്ത പിസ്റ്റണാണ്. പക്ഷേ നമുക്കത് ബോർ ചെയ്തിട്ടാണ് പിസ്റ്റണാണ്. ഒരു പ്രാവശ്യം ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് സിലിണ്ടർ ഹെഡ് അഴിച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ബോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ കിടക്കുന്നത് ഫസ്റ്റ് ബോറിൻ്റെ പിസ്റ്റണാണ് ഇപ്പോൾ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്. അതിൻ്റെ സിലിണ്ടറിനകത്തേക്ക് നോക്കുമ്പോൾ സിലിണ്ടറിനകത്ത് 1-2 സ്ക്രാച്ചസ് ഇച്ചിരി ഡീപ്പായിട്ടുണ്ട്. പക്ഷേ ആ ബോറിങ്ങിൻ്റെ പെർഫെക്ഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് വന്നേക്കുന്ന പ്രോബ്ലമാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു കംപ്ലയിൻറ്റ് നമ്മുടെ പുകയുടെ പ്രോബ്ലം മാറണമെന്നുണ്ടെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ അടങ്ങുന്ന ഒരു കിറ്റായിട്ട് നമുക്ക് കിട്ടും. ആ കിറ്റ് മേടിച്ച് മാറ്റി കളയാനാണ് ബെറ്റർ. പിന്നെ അത് കൂടാതെ കൊണ്ട് കരിയുടെ പ്രശ്നം നല്ല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അതായത് സൈലൻസറിൽ ബാക്ക് സൈഡിൽ നമ്മളിപ്പോൾ ഒന്ന് കയ്യോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറോ വെച്ചിട്ടൊന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 2 സെക്കൻഡിനുള്ളിൽ നല്ല രീതിയിലൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറാണ്. അത്രയ്ക്കും കരി സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടത്തിക്കടെ അതിൻ്റെ പ്രോബ്ലം വെച്ചാൽ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെയ്യണം. ഹെഡിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കരി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് നമ്മൾ അഴിച്ച് സീറ്റിങ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ സീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാൽവിൻ്റെ സീറ്റിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വാൽവും കൂടി മാറ്റിയിട്ട് വേണം സീറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഒരു ചിലമ്പൽ സൗണ്ട് കാണിക്കുന്നത് ഈ ഒരു ടൈമിങ് ജെക്കിറ്റ് നമുക്ക് കൂട്ടത്തിക്കടെ വേണമെങ്കിൽ മാറ്റിയിടാം. കാരണം ഇപ്പോൾ ഏകദേശം ഇത്ര അഴിച്ച് നിർത്തിയേക്കാണ്. കഴിക്കുമ്പോൾ ചെയിനും ഈ സൈഡിലത്തെ ഓയിൽ സീലും കൂടി മാറ്റിയിട്ടാൽ നമുക്കത് ആ കംപ്ലയിൻറ്റ് റെഡിയാക്കാവുന്നുള്ളൂ. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പ്രോബ്ലം അല്ല. പക്ഷേ ചെറിയൊരു പ്രോബ്ലം നമുക്ക് കംപ്ലയിൻ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ കണക്റ്റിംഗ് റോഡ്, അതായത് ശരിക്കും പിസ്റ്റൺ കണക്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു പാർട്ടാണ് ഈ പറഞ്ഞ ക്രാങ്കിൻ്റെ കണക്ടർ റോഡ് എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിന് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഷെയ്ക്ക് കാണുന്നുണ്ട്. ഈ സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സൈഡിൽ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഷെയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്ലേ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാകുക. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതൊരു പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അതിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിലില്ല. പക്ഷെ പിന്നീട് അത് വന്നുകൂടായികയില്ല. കാരണം നമുക്ക് ഇതിക്ക് മുമ്പ് ഈ വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയിട്ടുണ്ടോ എന്നുള്ള കേസൊന്നും കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയേക്കുന്ന കേസൊക്കെ ആണെങ്കിൽ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ജനറേറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലക്രമേണ നമ്മൾ പോകുന്തോറും ഈ ഒരു കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരികയും ആ കംപ്ലയിൻസിൻ്റെ അവിടെ പ്ലേ കൂടുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഈ കണക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പിസ്റ്റൺ കണക്ട് ചെയ്ത് വരാം. ആ പിസ്റ്റണിന് ഒരു ഷെയ്ക്ക് അനുഭവപ്പെടുകയും വീണ്ടും സിലിണ്ടർ ഹെഡൊക്കെ കംപ്ലയിൻറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഹെഡിൻ്റെ ഭാഗത്ത് പ്രോബ്ലം വരില്ല. ഈ പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ബോറ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കേസ് നോക്കിയിട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ശരിക്കും 100% റിസ്ക് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്രാങ്കിൻ്റെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ പ്ലേ അടക്കം സോൾവ് ചെയ്തിട്ട് വേണം നമ്മളത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നോലെ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി കയറ്റണം, അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് കയറ്റണം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് നോക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതൊരു കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിലുള്ള ശബ്ദ വ്യത്യാസമൊന്നും നിലവിൽ വണ്ടിക്ക് ഇന്ന് വരെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ സിലിണ്ടറും പിസ്റ്റൺ മാറ്റി ആ ഹെഡിൻ്റെ ഭാഗം മാത്രം ക്ലിയർ ചെയ്താലും മതി. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കംപ്ലയിൻറ്റ്സ് കാണിച്ചു തന്നതെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ള കേസ്. അപ്പോൾ ബൈ ചാൻസ് പിന്നീട് കുറേ ഓടി കഴിയുമ്പോഴാണ് ആ കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഈ വരുന്ന ഭാഗത്ത് വീണ്ടും കംപ്ലയിൻറ്റ്സ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും. അപ്പോൾ അത് അന്ന് ചെയ്യാമായിരുന്നില്ല എന്നൊരു കൺഫ്യൂഷൻ വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കംപ്ലയിൻറ്റ് കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് 100% അത് ക്ലിയറായിട്ടാണ് ചെയ്തു പോകണ്ടെങ്കിൽ അതടക്കം ക്ലിയർ ചെയ്ത് കയറ്റണതായിരിക്കും നല്ലത്. അതായിരിക്കും ബുദ്ധി. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം മാത്രം ചെയ്താൽ മതിയോ, അത് ഇനി നാളെ ഒരിക്കൽ വരാൻ സാധ്യതയുള്ള ഏകദേശം ഒരു 50-50 ചാൻസാണ്
വരാനും വരാതിരിക്കാനും ഉള്ളൊരു, കാരണം ഞാൻ എന്തായാലും വരാൻ സാധ്യത, കാരണം ഇത് കാലക്രമേണ കൂടും, അത് ഉറപ്പാണ്. അത് എത്ര നാളത്തെ ഡ്യൂറേഷൻ എത്ര കിട്ടും എന്നുള്ള കേസിലാണ് ഒരു കൺഫ്യൂഷനുള്ളൂ. അപ്പോൾ ആ വരുന്ന ഒരു റിസ്ക് ഒഴിവാക്കാനായിട്ട് അതടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. ഏകദേശത്തെ നോക്കിയിട്ട് അതനുസരിച്ച് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്നോടൊരു സജഷൻ ചോദിച്ചാൽ ഞാൻ പറയും, നാളെ ഒരിക്കൽ നമുക്ക് ഇത് വന്നാലും നമ്മളിപ്പോൾ മുടക്കുന്ന ഈ പൈസ മൊത്തം നമുക്ക് സാമ്പത്തിക നഷ്ടമാണ്. അത് ഒഴിവാക്കുകയാണെങ്കിൽ ഇതടക്കം ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് നിസ്സാര ഓട്ടമൊക്കെ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള ഉപയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറിൻ്റെ ഭാഗം മാത്രം റെഡി ആക്കിയാലും മതി. കാരണം ഓട്ടം കുറവാണെങ്കിൽ നമുക്ക് അത്രയും ഡ്യൂറേഷൻ കാലയളവ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. നേരെ മറിച്ച് നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സംഭവം കംപ്ലയിൻറ്റിലേക്ക് വന്നുകൂടായികയില്ല. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് പറയാം അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിനൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ.